ഹൈറിച്ച് തട്ടിപ്പിന് ശേഷം അതേ ഫോർമാറ്റിൽ അതേ സ്ട്രാറ്റജിയിൽ വന്നിട്ടുള്ള മറ്റൊരു മണി ചെയിൻ തട്ടിപ്പാണ് ഊദ് മർക്കസ്. പേര് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തകളൊക്കെ ചെല്ലുക മർക്കസ് ഊദ് എന്നൊക്കെ കേൾക്കുമ്പോൾ അതിലൊരു ദീനീപരമായിട്ടുള്ള അല്ലെങ്കിൽ ഇസ്ലാമികപരമായിട്ടുള്ള ഒരു വിഷയത്തിലേക്ക് നമ്മൾ എത്തിക്കും. എന്നാൽ ഇസ്ലാമുമായോ ഈ പറയുന്ന മർക്കസുമായോ ഈ സംഭവത്തിന് ഒരു ബന്ധവുമില്ല. ഇത് കുറച്ച് ആളുകൾ സാധാരണക്കാരായിട്ടുള്ള കുറേ ആളുകളെ പറ്റിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ തുടങ്ങിയിട്ടുള്ള ഒരു മണി ചെയിൻ തട്ടിപ്പാണ്. മണി ചെയിനുകൾ എപ്പോഴും പ്രവർത്തിക്കുന്നത് പണ്ടൊക്കെ പച്ചക്കായിരുന്നെങ്കിൽ ഇന്ന് മണി ചെയിനുകൾ പ്രവർത്തിക്കുന്നത് മുമ്പിലൊരു പ്രോഡക്റ്റ് വെച്ചിട്ടാണ്. എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഹൈറിച്ച് പ്രോഡക്റ്റ് വെച്ചത് ഒരു കമ്പിളി പുതപ്പാണെങ്കിൽ ഊദ് മർക്കസ് പ്രോഡക്റ്റ് വെച്ചിരിക്കുന്നത് അവരുടെ തന്നെ പ്രോഡക്റ്റ് ആയിട്ടുള്ള 4 കുപ്പി അത്രോ മറ്റോ ആണ്. എന്തായാലും 1000 രൂപയിൽ താഴെ വിലയുള്ള അത്തർ കുപ്പികളാണ് അവർ ഈ ഒരു സ്കാം നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഊദ് മർക്കസ് എന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ പെരുമ്പിലാവ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു അത്തർ ഷോപ്പാണ്. അവർ അറേബ്യൻ ഊദ് അറബികൾക്ക് അല്ലെങ്കിൽ അറബ് നാടുകളിലേക്ക് ഊദ് എക്സ്പോർട്ട് ചെയ്യുന്നു, ഊദ് ഇമ്പോർട്ട് ചെയ്യുന്നു, വില കൂടിയ പെർഫ്യൂമുകൾ വിപണനം ചെയ്യുന്നത്, മാർക്കറ്റ് ചെയ്യുന്നു എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, ബിസിനസ് ചെയ്യാനുള്ള അവർക്ക് സാധിക്കും. പക്ഷേ നിലവിൽ അവർ ചെയ്യുന്നത് ഒരു മണി ചെയിനാണ്. ഇതൊരു 5-8 മാസമായിട്ട് തുടങ്ങിയ സംഭവമാണ്. അന്ന് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിരുന്നു ഊദ് മർക്കസ് എന്നുള്ളത് ഒരു സ്കാമാണെന്നും മണി ചെയിൻ ആണെന്നും നിരവധി ആളുകൾ അതിൽ പെടുമെന്നും കുറേ ആളുകളുടെ പണം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ ഊദ് മർക്കസ് വിഷയത്തിൽ നമ്മൾ പറഞ്ഞതായിരുന്നു. നിലവിൽ ഊദ് മർക്കസ് എന്നുള്ള തട്ടിപ്പ് ഏകദേശം പൊളിഞ്ഞ മട്ടാണ്. ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ഇരകളുണ്ട്, ഒരുപാട് വ്യക്തികളുടെ പണം പോയിട്ടുണ്ട്. എന്തായാലും കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ KVK മൊയ്തുവാണ്. ഊദ് മർക്കസ് എന്നാണ് സംസാരിക്കുന്നത്. ഇന്ന് നല്ലൊരു വെള്ളിയാഴ്ചയാണ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിന ആശംസകൾ നേരെയാണ്. ആദ്യമായിട്ട് നമ്മളിപ്പോൾ ലൈവിൽ വന്നത് വളരെ പ്രധാനപ്പെട്ട വളരെ സന്തോഷകരമായ ഒരു കാര്യം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വന്നിട്ട് സുഹൃത്തുക്കൾ തളിക്കുളത്തുള്ള ഫിറോസ്, അനീഫ മുതലെ കുറിച്ച് നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെ വന്ന് കണ്ടിരുന്നു. അവർ നമ്മുടെ മുന്നിൽ വളരെ സന്തോഷകരമായൊരു ആശയം നമ്മളുമായി പങ്കുവച്ചു. അവരുടെ ആ ആശയം എനിക്ക് വളരെ ഇഷ്ടമായി. കാരണം നമ്മളൊരു ചാരിറ്റി, അതോടൊപ്പം നമുക്ക് ആളുകൾക്ക് പാവപ്പെട്ട സാധാരണക്കാരെ സഹായിക്കാവുന്ന പലിശരഹിത വായ്പകളൊക്കെ അവർക്ക് നൽകുന്ന രീതിയിലുള്ള 1-2 കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നമ്മൾ ഓൾറെഡി വർഷങ്ങളായി ഊദ് മർക്കസ് എന്ന സ്ഥാപനം നമ്മൾ കേരളത്തിന് പുറത്തും വളരെ നല്ല രീതിയിൽ പ്രീമിയം അത്തറുകളും അതോടൊപ്പം നമ്മൾ അറബികൾക്കുള്ള റോയൽ ഗുഡ്സായ ഊദിൻ്റെ ഓയിലൊക്കെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. നല്ല രീതിയിൽ വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്ന ഒരു ബിസിനസ് ഗ്രൂപ്പ് കൂടിയാണ്. അപ്പോൾ ഇവർക്കൊക്കെ അതിനോട് അസോസിയേറ്റ് ചെയ്തൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്യണം എന്ന് ഒരു ആശയം നമ്മോട് പങ്കുവച്ചപ്പോൾ എനിക്കും ഒത്തിരി ഇഷ്ടം തോന്നി. നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യും, നല്ലൊരു രൂപത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുകയും ചെയ്തു. അപ്പോൾ വീഡിയോയിൽ കണ്ടത് ഈ ഒരു തട്ടിപ്പിൻ്റെ അല്ലെങ്കിൽ ഊദ് മർക്കസ് എന്ന പരിപാടിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് മൊയ്തു എന്നാണെന്ന് പറയപ്പെടുന്നു. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്താണ് ഇദ്ദേഹത്തിൻ്റെ സ്ഥലം എന്ന് പറയുന്നു. ഷോപ്പ് ഇന്ന ലൊക്കേഷനിലാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഇതിൽ പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പലിശരഹിത വായ്പ, ചാരിറ്റി, ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പുള്ളി പരിപാടി തുടങ്ങുന്നത്. പുള്ളിയുടെ ഏതൊക്കെ സുഹൃത്തുക്കൾ അദ്ദേഹത്തോട് ഇങ്ങനെ ഒരു വിഷയം അവതരിപ്പിച്ചു, അദ്ദേഹത്തിന് അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി ആമുഖം. എന്തായാലും ഒരു കാര്യം അദ്ദേഹം ഇതിൽ പറഞ്ഞില്ല. അത് ഒരു 3000 രൂപ അങ്ങോട്ട് കൊടുത്താലേ ഈ സംഭവങ്ങളൊക്കെ കിട്ടുള്ളൂ. അത് അദ്ദേഹം വീഡിയോയിൽ പറഞ്ഞില്ല. 3000 രൂപ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഊദ് മർക്കസ് എന്ന ഈ ഒരു തട്ടിപ്പിൽ നിങ്ങൾക്ക് ID അടിക്കാം. ഒരു ആപ്ലിക്കേഷനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ID അടിക്കാം. ഊദ് എന്ന് തുടങ്ങുന്ന ഒരു ID, ഹൈറിച്ചിൻ്റെ ID എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെയാണ്. സെയിം ഇത്തരത്തിലുള്ള ഫോർമാറ്റുകളെല്ലാം സെയിം ആണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ID അടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവർ തരുന്ന പരസ്യങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസ് വെച്ചുകൊണ്ട്, നിങ്ങളുടെ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് കൂടുതൽ ആളുകളെ കാണിക്കുക. ഇത്ര ആളുകൾ ആ സ്റ്റാറ്റസ് കണ്ടു എന്നുള്ളത് ഇവരെ അറിയിക്കാൻ ഇവരുടെ വെബ്സൈറ്റിൽ അവർ അതിനൊരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു ഇൻകം ജനറേറ്റ് ആവും. അതായത് 3000 രൂപ അങ്ങോട്ട് കൊടുത്ത്
1000 രൂപയിൽ താഴെ വിലയുള്ള 500 രൂപയിൽ താഴെ വിലയുള്ള അത്തർ കുപ്പികൾ നൽകിയിട്ട് നിങ്ങൾക്ക് ഈ സ്റ്റാറ്റസ് വെച്ചതിൻ്റെ പ്രതിഫലം ഒരു 30 രൂപ അങ്ങനെ കിട്ടും. ഇനി നിങ്ങൾക്ക് കൂടുതൽ പൈസ ഏൺ ചെയ്യാനുള്ള അവസരമുണ്ട്. അത് ഇതിലേക്ക് ആളുകളെ ചേർക്കണം. കൂടുതൽ ആളുകളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ രീതിയിൽ ഇതിൽ ഏൺ ചെയ്യാൻ സാധിക്കും. കേരളത്തിലെ വിശിഷ്യ മലബാറിലെ മുസ്ലിം സ്ത്രീകളാണ് കൂടുതലും ഈ തട്ടിപ്പിൽ ഇരയായിട്ടുള്ളത്. എല്ലാം വീട്ടമ്മമാരാണ്. അവർക്ക് ഈ വിഷയം വീട്ടിൽ അവതരിപ്പിക്കാനോ അവരുടെ ഉത്തരവാദിത്തപ്പെട്ടവരോട് പറയാനോ സാധിക്കില്ല. കാരണം പലരും വീട്ടുകാരറിയാതെയുള്ള ഒരു ഇൻകമാണ് ഈ വിഷയത്തിലൂടെ ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ ഇരകൾ എല്ലാവരും കൂടുതൽ പേരും സൈലൻ്റാണ്. അവർക്ക് ഭയമാണ് എന്ത് ചെയ്യണമെന്നറിയാതെ. അതിൽ ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്, 1000-ഉം 10,000-ഉം നഷ്ടപ്പെട്ടവരുണ്ട്, നേടിയവരുണ്ട്. നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി ചെയിനുകളിൽ എപ്പോഴും നേടുന്നത് ഈ വായ്ത്താളം അടിക്കാൻ ശേഷിയുള്ളവരാണ്. ഇത്തരം തട്ടിപ്പുകളിൽ നിന്ന് കൂടുതൽ പണമാണ് ചെയ്യുക. ബാക്കിയുള്ളവരൊക്കെ നഷ്ടം സംഭവിക്കുകയാണ് ചെയ്യുക. എന്തായാലും നിലവിൽ ഈ ഒരു തട്ടിപ്പിൽ അനവധി ഇരകളുണ്ട്. ഇനി ഈ തട്ടിപ്പിൽ ഉള്ള മറ്റൊരു വ്യക്തിയാണ് സാലൂബ് കെ ആലുശ്ശേരി. ഇയാൾ അനവധി മണി ചെയിനുകൾ വളരെ ഹൈഡായിട്ട് നിന്ന് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള മുഖമില്ല. തട്ടിപ്പുകാരൊക്കെ ചെയ്യുന്നൊരു പരിപാടിയാണ് സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിൽ. ഒരു വ്യക്തമായ മുഖവും കാര്യങ്ങളൊന്നും കാണിക്കില്ല. അപ്പോൾ ഇദ്ദേഹം ഈ ഒരു തട്ടിപ്പ് വളരെ വ്യാപകമായിട്ട് നടത്തുന്നത്. ഒരുപാട് നമ്പറുകളിൽ ഈ വ്യക്തിയുണ്ട്. സാലൂബ് കെ ആലുശ്ശേരി. ഇദ്ദേഹത്തിൻ്റെ നാട് എവിടെയാണെന്നോ വീട് എവിടെയാണെന്നോ ആർക്കും അറിയില്ല. ഇദ്ദേഹത്തെ പറ്റി ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇദ്ദേഹത്തിനെ പറ്റി വ്യക്തമായിട്ട് അന്വേഷണം നടത്തിയപ്പോൾ ഇദ്ദേഹം മുമ്പ് ബഹ്റൈനിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ ആലപ്പുഴ പ്രവാസി അസോസിയേഷൻ ബഹ്റൈൻ എന്നുള്ളൊരു സംഘടനയിൽ സെക്രട്ടറിയൊക്കെ ആയിട്ടിരുന്നിട്ടുള്ള ആളാണ് ഈ സാലൂബ് കെ ആലുശ്ശേരി. 440 രൂപയാണ് സഹായധനമായി നൽകിയത്. ചടങ്ങിൽ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സലൂബ് കെ ആലുശ്ശേരി, വൈസ് പ്രസിഡന്റ് സജി കലവൂർ, ഗ്രൂപ്പുകളിലും ഇദ്ദേഹം ഉണ്ടാവും. പക്ഷേ ശബ്ദമോ മുഖമോ ഒന്നും ആർക്കും അറിയില്ല. 1-2 ഫോട്ടോകൾ മാത്രമാണ് ഇദ്ദേഹത്തെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു മാർഗ്ഗം ഉണ്ടായിരുന്നത്. എന്തായാലും സാലൂബ് ആലുശ്ശേരി എന്ന വ്യക്തിയെ വ്യക്തമായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അദ്ദേഹം ആലപ്പുഴ സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അദ്ദേഹമാണ് ഈ തട്ടിപ്പ് വ്യാപകമായി പ്രൊമോട്ട് ചെയ്യുന്നത്. പല ആളുകളുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടുള്ളത് ഈ സാലൂബ് എന്ന വ്യക്തിയാണ്. എന്തായാലും ഊദ് മർക്കസ് എന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ബഡ്സ് ആക്ട്, അതുപോലെ തന്നെ PMLA, PCMC എന്നീ ആക്ടുകളുടെ നഗ്നമായ ലംഘനമാണ്. അവർ നടത്തിയത് മണി ചെയിൻ തന്നെയാണ്. നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നതായിരിക്കും. നിലവിൽ നമ്മൾ കോഴിക്കോട് ഊദ് മർക്കസിനെതിരെ ഒരു പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതി ഓൺഗോയിങ് ആണ്. സാധാരണക്കാരൻ്റെ അറിവില്ലായ്മ മുതലെടുത്തുകൊണ്ട് മതത്തിൻ്റെ ലേബൽ ഒട്ടിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ഇന്ന് സമൂഹത്തിൽ ഇറങ്ങുന്നുണ്ട്. അവരുടെയൊക്കെ ലക്ഷ്യം തട്ടിപ്പ് നടത്തുക എന്നുള്ളതാണ്. ഒരു പഞ്ചായത്ത് ലൈസൻസ് മാത്രം എടുത്തുകൊണ്ടാണ് ഊദ് മർക്കസ് എന്ന സ്ഥാപനം ഓടുന്നത്. അതിന് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം പിരിക്കാനോ ലാഭം കൊടുക്കാനോ ഉള്ള ഒരു ലൈസൻസും ഇല്ല. അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അവരുടെ പ്രോഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യാം, എക്സ്പോർട്ട് ചെയ്യാം, അത് മാർക്കറ്റ് ചെയ്യാം, അത് സെല്ല് ചെയ്യാം. പക്ഷേ ഇവിടെ ചെയ്യുന്നത് അനധികൃതമായി ഡെപ്പോസിറ്റ് സ്വീകരിച്ചുകൊണ്ട് മണി ചെയിൻ നടത്തുന്ന ഒരു സ്ഥാപനമായിട്ടാണ് ഊദ് മർക്കസ്. നിലവിൽ അതിൻ്റെ പ്രൊപ്പറേറ്റർ അല്ലെങ്കിൽ അതിൻ്റെ ഓണർ, മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള മിസ്റ്റർ മൊയ്തു, അദ്ദേഹത്തിന് ഒരുപാട് ന്യായീകരണങ്ങളുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. നിങ്ങൾ എനിക്ക് പൈസ തന്നിരുന്നോ, നിങ്ങൾ മറ്റുള്ളവരുടെ നിങ്ങളിൽ നിന്ന് ഞാൻ കാശ് വാങ്ങിയിട്ടുണ്ടോ എന്നൊക്കെയാണ് അദ്ദേഹം സ്റ്റേഷനിൽ പോലും ആർഗ്യുമെൻ്റ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് തട്ടിപ്പാണെന്നറിയാം. ആളുകളുടെ കയ്യിൽ നിന്ന് പണം മേടിക്കാൻ പറ്റില്ല എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണല്ലോ അദ്ദേഹം വാദിക്കുന്നത്. അദ്ദേഹം ചെയ്ത പരിപാടി ജെനുവിൻ അല്ല എന്നുള്ളത് അദ്ദേഹത്തിന് വളരെ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ എനിക്ക് പണം തന്നിരുന്നോ എന്നൊരു വാദം ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള മിസ്റ്റർ മൊയ്തു എന്ന വ്യക്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയായാലും ഊദ് മർക്കസ് എന്ന തട്ടിപ്പിൽ പെട്ടിരിക്കുന്നത് നിരവധി സ്ത്രീകളാണ്. കൂടുതലും മലബാർ മേഖലയിലെ മുസ്ലിം സ്ത്രീകൾ. ഇതിൽ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുക എന്നുള്ള ഒരു ടാസ്ക് ഈ കള്ളന്മാരുടെ ഒരു പുതിയ അടവാണ്. ഈ തട്ടിപ്പിലേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കുക എന്നുള്ള ഒരു സൈക്കോളജി, അതാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇത്തരം തട്ടിപ്പുകളിൽ
കൂടുതലും എത്തിപ്പെടുന്നത് സ്ത്രീകളാണ് ഇത്തരം വിഷയങ്ങളിലേക്ക് പെട്ടെന്ന് കിട്ടുക. ഇതിൻ്റെ മാർക്കറ്റിങ്ങിന് സ്ത്രീകളെ ഉപയോഗിക്കൽ വളരെ ഈസിയാണ്. കാരണം സ്ത്രീകൾ അവരുടെ തൊട്ടടുത്ത ആളുകളിലേക്ക്, അവരുടെ കൂട്ടുകാരികളിലേക്ക്, കുടുംബങ്ങളിലേക്ക് ഈ വിഷയം പെട്ടെന്ന് എത്തിക്കും. സ്റ്റാറ്റസ് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആരെങ്കിലും ചോദിച്ചു വരും എന്താണിതെന്ന്. അപ്പോൾ പറയും ഇതൊരു പുതിയ പരിപാടിയാണ്, വീട്ടിലിരുന്ന് പണം സമ്പാദിക്കാനുള്ളൊരു സംഭവമാണ്, അതുകൊണ്ട് തന്നെ നീയും ചേർന്നോ, ഞാനും ചേർന്നു, നമുക്ക് കുറേ ആൾക്കാർക്ക് ചേരാം, കാശുണ്ടാക്കാം. സ്വാഭാവികമായിട്ട് ഇതിലേക്ക് ആൾ കൂട്ടം കൂടി എത്തുകയും ചെയ്യും. അപ്പോൾ സംഭവിച്ചത് അതാണ്. ഊദ് മർക്കസ് ഒരു ചെറിയ കാലം കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു കമ്മ്യൂണിറ്റി ഈ ഒരു ഊദ് മർക്കസ് തട്ടിപ്പിൽ രൂപം കൊണ്ടിട്ടുണ്ട്. വലിയ രീതിയിലുള്ളൊരു പണം ഇതിൽ തട്ടിപ്പുകാർ സമ്പാദിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളെ, അവരുടെ കുടുംബ ബന്ധങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും ഒക്കെ തകർക്കുന്ന രീതിയിലുള്ള ഇത്തരം പോൺസി സ്കീമുകൾ, മണി ചെയിനുകൾ സമൂഹത്തിൽ ഉന്നതന്മാരാണെന്ന് കാണിച്ചുകൊണ്ട് വെള്ള ഷർട്ടും അതുപോലെ തന്നെ നല്ല സംസാരവും കാണിച്ചുകൊണ്ട് ചില ആളുകൾ നടത്തുന്ന ഇത്തരം ചില കപടന്മാർ നടത്തുന്ന ഇത്തരം തട്ടിപ്പുകൾ വ്യാപകമായിട്ട് നമ്മുടെ സമൂഹത്തിൽ അരങ്ങേറുന്നുണ്ട്. ഇതിൽ ഒന്നും നോക്കാതെ എടുത്തു ചാടുന്ന സഹോദരിമാർ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ നമ്മളെ നന്നാക്കുവാൻ വേണ്ടി നമുക്ക് പണം അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞിട്ട് വരുന്ന എല്ലാ സ്കീമുകളും അതിൽ ചതി ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് അവർക്ക് പണം ഉണ്ടാക്കാനുള്ള ചില കുറുക്കു വഴികളാണ്. അതിൽ കരുവാകുന്നത് നിങ്ങളെപ്പോലെയുള്ള പാവങ്ങളാണ്. അതിൻ്റെ പരിണിത ഫലങ്ങൾ പിന്നീട് സംഭവിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം നഷ്ടമാവാൻ സാധ്യതയുണ്ട്. കുടുംബ ബന്ധങ്ങൾ, സാമൂഹ്യ ബന്ധങ്ങൾ, സൗഹൃദ ബന്ധങ്ങൾ, ഈ സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് നഷ്ടമാവാനുള്ള വലിയ സാധ്യതയാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പ് സ്കീമുകൾ ഒരുക്കി വെക്കുന്നത്. ഇതൊന്നും അറിയാതെയാണ് ഇതിലേക്ക് പാവപ്പെട്ട സഹോദരിമാർ കടന്ന് ചെല്ലുന്നത്. പിന്നീട് അവരത് മനസ്സിലാക്കുമ്പോഴേക്കും, ഇതൊരു തട്ടിപ്പാണെന്ന് മനസ്സിലാകുമ്പോഴേക്കും തങ്ങളിലുള്ള മറ്റുള്ളവരുടെ വിശ്വാസം, ബന്ധങ്ങൾ ഇതൊക്കെ നശിച്ചിട്ടുണ്ടാവും. പിന്നെ അത് തിരിച്ചെടുക്കാൻ വലിയ പാടാണ്. എന്തായാലും ഊദ് മർക്കസ് എന്ന തട്ടിപ്പിൻ്റെ കൂടുതൽ വീഡിയോകൾ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പ്രാരംഭഘട്ടത്തിൽ നമ്മൾ ഇത്രയും വിവരങ്ങളാണ് പങ്കുവെക്കുന്നത്. ബാക്കിയുള്ള വീഡിയോയുമായിട്ട് വീണ്ടും വരാം. നന്ദി.